അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള എന്താണ് മാക്സിൻ സ്കോളേഴ്സ് അവർ അവരുടെ സ്റ്റഡീസിനകത്ത് ഒരു ഇന്ത്യയിൽ നിന്നിരുന്ന 3 സിറ്റീസിനെ എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള പറയുന്നത്. 3 സിറ്റീസുകൾ പാരമ്പര്യമായിട്ട് ഇന്ത്യൻ സമൂഹത്തിനുണ്ടായിരുന്നു, അവരെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത് കൾച്ചറൽ സിറ്റീസ്, ഓക്കെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റീസ് ആൻഡ് എക്കണോമിക് സിറ്റീസ്. Okay, so cultural cities that developed surrounding the great religious places like Banaras, Rishikesh and Puri. അപ്പോൾ റിലീജിയൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആക്ടിവിറ്റീസിന് ബേസ്ഡ് ആയിട്ടുള്ള ചില സിറ്റീസുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ബനാറസും ഋഷികേഷും അല്ല പൂരി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് വൺ, അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റീസ് ഡെവലപ്ഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രി വേർ ദ റൂളേഴ്സ് കെപ്റ്റ് ദെയർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആൻഡ് വാല്യൂസ്. ഓക്കെ, അതിനകത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഭരണാധികാരികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും അവരുടെ പട്ടാളക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റീസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എക്കണോമിക് സിറ്റീസ്, അതിനകത്ത് ട്രേഡേഴ്സും ബിസിനസ് മാനും മാനുഫാക്ചേഴ്സൊക്കെ ഉൾപ്പെടുന്ന എക്കണോമിക് സിറ്റീസും ഇന്ത്യയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, therefore in pre-colonial India a large body of non-agrarian urban classes were present, and these classes did not manifest the integrative relationship. Okay, and likewise in rural India different classes were present and class division were determined on the basis of occupation, access over agriculture produce and market value of non-agriculture product. ഓക്കെ, അപ്പം പ്രീ കൊളോണിയൽ ഇന്ത്യയുടെ ഒരു പ്രീ കൊളോണിയൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശമൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അവിടെ ഏറ്റവും കൂടുതലുള്ളത് നോൺ അഗ്രേറിയൻ അർബൻ ക്ലാസ്സസുകളാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരിക്കലും ഇൻ്റഗ്രേറ്റീവ് റിലേഷൻഷിപ്പ് ഒരിക്കലും ഇല്ലായിരുന്നു എന്നുള്ള പറയുന്നത്. ഓക്കെ, അവരുടെ ക്ലാസ് ഡിവിഷൻ നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ഒക്യുപ്പേഷനാണ്. അതുപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന നോൺ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ, അതൊക്കെയാണ് അവരുടെ ക്ലാസ് ഡിവിഷനെ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. Okay, thus conceptualizing pre-colonial India as an egalitarian social system is a neglect to empirical fact. അപ്പോൾ ഇന്ത്യയെ പഠിച്ചിട്ടുണ്ടായിരുന്ന മാക്സിൻ സ്കോളേഴ്സും അല്ലെങ്കിൽ മാക്സൊക്കെ പറയുന്ന ഒരു കാര്യം പ്രീ കൊളോണിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇഗാലിറ്റേറിയൻ സിസ്റ്റമാണ്. അപ്പോൾ അതിനെ എപ്പോഴും ആ ഒരു കാര്യത്തിന് ഫലമായിട്ട് ചില യുക്തിപരമായിട്ടുള്ള ചില വസ്തുതകളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇല്ലാതാക്കി, അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള ചില വസ്തുതകളെ സ്ഥാപിക്കുന്നതിനകത്ത് മാക്സിൻ സ്കോളേഴ്സും ഫെയിലായി എന്നുള്ളതാണ് ഏകദേശമായി പറയുന്നത്. ഓക്കെ, സോ ദേശായി ഡ്രോസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് ആൻഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നതും അതുപോലെ തന്നെ യൂറോപ്പിലും നിലനിൽക്കുന്ന ഫ്യൂഡലിസം അല്ലെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥതയെ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ സ്റ്റഡി ചെയ്യുന്നു. ഹി കൺസിഡേഴ്സ് ദ പ്രീ കൊളോണിയൽ ഇന്ത്യ ആസ് എ ഫ്യൂഡൽ സിസ്റ്റം because all rulers are invented from 9th century onwards control the political power of the state, but until colonialism none of them made an attempt to evict the indigenous people living in the villages from the right over agricultural land. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ പ്രീ കൊളോണിയൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഫ്യൂഡൽ സിസ്റ്റം തന്നെയാണ് എന്ന് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നായിട്ട് ഒരുപക്ഷെ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ പവറോ എന്ത് ചെയ്യുന്നില്ല ഈ ഒരു പ്രീ കൊളോണിയൽ സ്റ്റേറ്റിനകത്ത് ഫ്യൂഡൽ സിസ്റ്റം കൊണ്ടുവരുന്നില്ല. പക്ഷേ എപ്പോഴാണോ കൊളോണിയലിസ്റ്റുകൾ കൊളോണിയലിസം
they made an attempt to evict indigenous people living in the villages from the right over the agriculture land. അപ്പോൾ ഇൻഡിജിനസ് പീപ്പിൾ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ അഗ്രികൾച്ചർ ലാൻഡിന് പുറത്ത് എന്ത് ചെയ്യുന്നു, ചില അധികാരങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യുന്നു, കൊളോണിയലിസ്റ്റുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും ഫ്യൂഡൽ ലോഡ്സുകൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, സോ ഫ്യൂഡൽ ലോഡ്സ് ഇൻ കേസ് ഓഫ് യൂറോപ്പ് ഫസ്റ്റ് കൺട്രോൾ അഗ്രികൾച്ചർ ലാൻഡ്, ദെൻ ഡെവലപ്പ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സിസ്റ്റം ടു സേഫ് ഗാർഡ് ദിയർ നീഡ്സ്. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ആ ഫ്യൂഡൽ ലോഡ്സുകളാണ് എന്ത് ചെയ്യുന്നത്, കാർഷിക ഭൂമിയെ എന്ത് ചെയ്യുന്ന നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ചില രാഷ്ട്രീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ചില കാര്യങ്ങളെ എടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദ ഇൻഡിജിനസ് ഫാമേഴ്സ് ഇൻ ഇന്ത്യ ഹാഡ് എ ലിറ്റിൽ ലയബിലിറ്റി ടുവേർഡ്സ് എ പൊളിറ്റിക്കൽ സ്റ്റേജ് വിച്ച് വാസ് കൺഫൈൻഡ് ടു that is payment of tax and supply of various architects and even when their services were needed by the ruling classes. ഓക്കെ, പക്ഷേ ഇന്ത്യയിലുണ്ടായിരുന്ന വില്ലേജ് ഫാർമേഴ്സ് അല്ലെങ്കിൽ ഇൻഡിജിനസ് ഫാമേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് കുറഞ്ഞ രീതിയിലുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റുമായിട്ടുള്ള ഉത്തരവാദിത്തം കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരേ സമയം റൂളിംഗ് ക്ലാസ് പറയുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ്സിൻ്റെ ആവശ്യങ്ങൾ കൊടുക്കുന്നതിനകത്തൊന്നും ഇന്ത്യൻ ഫാർമേഴ്സിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. ശരിക്കും ഇന്ത്യയിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയും യൂറോപ്പിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയും രണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ദെർഫോർ വില്ലേജ് കമ്മ്യൂണിറ്റി in India manifest invisible feudalistic character that early scholars failed to notice. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്നത്, ഇന്ത്യൻ വില്ലേജ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലുണ്ടായിരുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്യൂഡലിസ്റ്റിക് ക്യാരക്ടറായിരുന്നു ഉണ്ടായിരുന്നു. അതിനെ കണ്ടെത്തുന്നതിനകത്തും അതിനെ മനസ്സിലാക്കുന്നതിനകത്തും മുന്നേ ഉണ്ടായിരുന്ന ചരിത്രകാരന്മാരും അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ചിന്തകരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏകദേശമായി പറയുന്നത്. ഇറ്റ് വാസ് ഫ്യൂഡലിസം ഫോർ ദ റീസൺ ടാക്സ് പോളിസീസ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദി റൂളേഴ്സ് ആൻഡ് നോ മെഷേഴ്സ് വർ ടേക്കൺ ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഫ്യൂഡലിസം വളരാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഫെയിലായിപ്പോയിട്ടുള്ളത് അവരതിനെ പഠിക്കുന്നതിനകത്ത്? ഓക്കെ, അതിലൊന്നാമത്തെ കാര്യം ടാക്സ് പോളിസീസ് വാർ ഡിറ്റർമൈൻഡ് ബൈ ദി റൂളേഴ്സ്. അപ്പോൾ റൂളേഴ്സാണ് ടാക്സ് പോളിസീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു വില്ലേജ് കമ്മ്യൂണിറ്റിനകത്ത് ശരിക്കും ആ ഒരു റൂളേഴ്സ് സിസ്റ്റംസ് എന്ത് ചെയ്യുന്നില്ല, നല്ലപോലെ ഉണ്ടായിരുന്നില്ല. കാരണം ഉണ്ടായിരുന്നതിൽ പോലും അത് വിസിബിൾ ആയിരുന്നു ഇൻവിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, നോ മെഷേഴ്സ് വർ ടേക്കൺ ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ കാർഷിക രംഗം വികസിക്കുന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള മെഷേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രൊഡക്റ്റ് ഫ്രം അഗ്രികൾച്ചേഴ്സ് വാസ് നോട്ട് സഫിഷ്യൻറ്റ് ടു അഡ്രസ് ബേസിക് നീഡ്സ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റി ലിവിങ് വിത്ത് ഹങ്കർ ആൻഡ് മാൾ ന്യൂട്രീഷൻ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഇൻ വില്ലേജ് ഇന്ത്യ. ഓക്കെ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഒരിക്കലും ബേസിക് നീഡ്സിനെ എന്ത് ചെയ്യുന്നില്ല, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ലിവിങ് കണ്ടീഷൻസിനകത്ത് അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന വിശപ്പും അല്ലെങ്കിൽ മാൾ ന്യൂട്രീഷനും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസുകൾ അതൊന്നും എന്ത് ചെയ്തില്ല, ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക്
ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, സോ he considers that Desai considers that condition of rural people in India and medieval Europe was no different, but both manifest attributes of feudalism. Okay, European feudalism as monarchical feudalism, but in case of India it was cooperative feudalism. ഓക്കെ, അപ്പോൾ ഒരേ സമയം ഇന്ത്യയിലുള്ള ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്ന കോപ്പറേറ്റീവ്, അതായത് കുറേ ആളുകൾ കൂടിയിട്ടുള്ള എന്താണ് ഫ്യൂഡൽ സിസ്റ്റം ദാറ്റ് ബേസ്ഡ് ഓൺ കാസ്റ്റ്. Okay, but in case of in European feudalism, that is monarchical feudal system, that is ഏകാധിപത്യപരമായിട്ടുള്ള ഫ്യൂഡൽ സിസ്റ്റമാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, സോ ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, ഒരേ സമയം ദേശായി ഇന്ത്യൻ സൊസൈറ്റി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ അറൈവ്ഡ് ദ കൺക്ലൂഷൻ ദാറ്റ് ഈസ് നോട്ട് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ബട്ട് റാദർ ഇറ്റ് ക്യാൻ ഇഗ്നോറൻസ് ഓഫ് പീപ്പിൾ ദാറ്റ് ക്യാൻ ജനറേറ്റ് ദ സീഡ്സ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇനിക്വാലിറ്റി ഇൻ സോഷ്യൽ ലൈഫ്. Okay, hence the pre-colonial India living in village was not manifestation of classless society. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്താണ് ഇന്ത്യയുടെ ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഇന്ത്യയെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യൻ പ്രൊഡക്ഷൻ സിസ്റ്റം ഒരിക്കലും എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റം അല്ല, ബട്ട് ദറ്റ് ഈസ് എ ഇഗ്നോറൻസ് ഓഫ് ദി പീപ്പിൾ. ചില ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു തരത്തിലുള്ള പ്രൊഡക്ഷൻ സിസ്റ്റമാണ്, അല്ലെങ്കിൽ മോഡ്സ് ഓഫ് പ്രൊഡക്ഷനാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇഗ്നോറൻസ് ആണ് എന്ത് ചെയ്യുന്നത് എക്സ്പ്ലോയിറ്റേഷൻ്റെയും ഇനീക്വാലിറ്റിയുടെയൊക്കെ വിത്തുകൾ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചില അവഗണനയും അതുപോലെ തന്നെ അസമത്വത്തെയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്താണ്, ഈ മാറ്റി നിർത്തലാണ്, അല്ലെങ്കിൽ ചില മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തുന്ന നിലപാടുകളാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ഈ ഒരു അസമത്വവും അതുപോലെ തന്നെ എന്താണ് ചൂഷണവും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്നത്. Okay, so that is pre-colonial India. So we move on to the colonial India. Okay,